എങ്ങനെയാണ് ഒരു ജനവിരുദ്ധ പാർട്ടി ആയതെന്നുള്ളതിന്റെ ക്ലാസിക് ഉദാഹരണമായി ഈ ആശാ സമരത്തെ CPM നേരിട്ടതുകൊണ്ട് കേരളത്തിന് മനസ്സിലായി. ഇപ്പോൾ ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. ആ യാത്രയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആരോഗ്യമന്ത്രി പോയപ്പോൾ എല്ലാവരും പറഞ്ഞു JP നദ്ദയെ കാണാൻ പോവുകയാണ്, ആശാമാരുടെ ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ പോവുകയാണെന്നൊക്കെയാണ്. ഇപ്പൊ പറയുന്നത് ക്യൂബയിലെ ആരെയോ കാണാൻ പോയിരിക്കുകയാണ്, സമയമുണ്ടെങ്കിൽ പിന്നെ JP നദ്ദയെ കാണാൻ. ഇപ്പോൾ അപ്പോയിന്റ്മെന്റ് ലഭിച്ചിട്ടില്ല, മടങ്ങുകയാണ് എന്നാണ് നമുക്ക് അവസാനം. അപ്പോയിന്റ്മെന്റ് അവർ ചോദിച്ചിട്ടുണ്ടോന്ന് അറിയോ? ആർക്കെങ്കിലും അറിയോ? ആരോഗ്യമന്ത്രി, ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയനെ കേരള ഹൗസിൽ വന്ന് കാണുന്ന നിർമ്മല സീതാരാമൻ ഉള്ളപ്പോൾ വീണ ജോർജിന് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വല്ല പ്രയാസമുണ്ടോ? മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് വന്ന് കാണുന്ന പിന്നെ ധനകാര്യമന്ത്രിയുള്ള ഒരു ഗവൺമെന്റ് അല്ലേ കേന്ദ്രത്തിലുള്ളത്? ഇത്ര സ്വാധീനം. വിമാനത്താവളത്തിൽ വെച്ച് ഗവർണറോട് പറയുന്നു, നാളെ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്, വരൂ എന്ന് പറയുമ്പോൾ ചെല്ലുന്ന ഗവർണറുള്ള ഒരു മുഖ്യമന്ത്രിയല്ലേ? അപ്പൊ ഈ പാവങ്ങളുടെ കാര്യം സംസാരിക്കാൻ മാത്രം അപ്പോയിന്റ്മെന്റ് കിട്ടത്തില്ലേ? ഇന്നലെ ഒരു ചർച്ച നടക്കുന്നു. ആ ചർച്ച ആദ്യത്തെ NHM ചർച്ച അലസിപ്പിരിക്കുന്നു, പിന്നീട് മന്ത്രിതല ചർച്ചയും അലസിപ്പിരിക്കും. തൊട്ടടുത്ത ദിവസം ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികത പ്രതിപക്ഷം കാണുന്നുണ്ടോ? സ്വാഭാവികതയില്ല. അവര് ക്യൂബക്കാരെ കാണാൻ പോയതാണെന്നല്ല വന്നത്. സ്വാഭാവികമാണ്, അവര് ക്യൂബക്കാരെ കാണുകയാണ്, ഈ പാവങ്ങളെ കാണാൻ പറ്റണില്ല. അതാണ്. ഇനി ഇവർ കാണും, പാവങ്ങളെ നന്നായി കാണും. 8 മാസം കഴിഞ്ഞ് ഇഷ്ടംപോലെ സമയം ഉണ്ടാവും അന്നേരം.